ഇന്ന് നമുക്ക് ഈ ഷോർട്ട് കുർത്തി എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യം ലൈനിങ്ങിൽ കട്ട് ചെയ്യാം. ക്ലോത്ത് 4 ആക്കി മടക്കിയതിന് ശേഷം ഷോൾഡർ 6.5 ഇഞ്ച്, ആം ഹോള് 7 ഇഞ്ച്, ചെസ്റ്റ് 7.5 ഇഞ്ചാണ്. 1.5 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് വരും. ബോഡി പാർട്ടിന്റെ ലെങ്ത് 12 ഇഞ്ച്. 12 ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. വേസ്റ്റ് 7 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് സീം അലവൻസ്. ഇനി ഈ അടയാളപ്പെടുത്തിയതെല്ലാം കൂട്ടി യോജിപ്പിച്ചു കൊടുക്കാം. വേസ്റ്റിന്റെ ഭാഗത്ത് 1 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഒന്ന് ചെരിച്ചു വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോള് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ട് ഭാഗത്തെ ആം ഹോള് ഒന്നുകൂടെ കുഴിച്ചു വരച്ചു കൊടുക്കാം. ഷോൾഡർ 1/2 ഇഞ്ച് ചെരിച്ചു വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്തതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിന്റെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഫ്രണ്ട് പാർട്ടിന്റെ ആം ഹോള് ഉള്ളിലേക്ക് കുഴിച്ചു വെട്ടുന്നുണ്ട്. ഇനി കുർത്തിയുടെ സ്കേർട്ട് ഭാഗത്തുള്ള ലൈനിങ് കട്ട് ചെയ്യാം. 17 ഇഞ്ച് ലെങ്തിലും 33 ഇഞ്ച് വിഡ്ത്തിലും കട്ട് ചെയ്തെടുക്കാം. ഈ അളവിൽ 2 പീസ് വേണം, ഫ്രണ്ടുക്കും ബാക്കും. മെയിൻ ക്ലോത്ത് ആയി എടുത്തിരിക്കുന്നത് കോട്ടൺ ഹക്കോബ മെറ്റീരിയൽ ആണ്. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. സ്കേർട്ട് ഭാഗം ലൈനിങ്ങിനേക്കാളും കൂടുതലായിട്ടാണ് എടുക്കേണ്ടത്. 19 ഇഞ്ച് ലെങ്ത്തും 44 ഇഞ്ച് വിഡ്ത്തുമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ലൈനിങ്ങിലെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്കിന്റെ വിഡ്ത്ത് 3.5 ഇഞ്ചും ലെങ്ത്ത് 4 ഇഞ്ചുമാണ് കൊടുക്കുന്നത്. റൗണ്ട് നെക്കാണ് ഞാൻ കൊടുക്കുന്നത്. സ്ക്വയറായി ആദ്യം വരച്ചതിന് ശേഷം ഉള്ളിൽ റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്കിന്റെ ലെങ്ത്ത് 1.5 ഇഞ്ചാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്ക് പാർട്ട് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ ലൈനിങ് വെച്ചെടുത്തതിന് ശേഷം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നെക്ക് കട്ട് ചെയ്ത് ചെറിയ വെട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല വശത്തേക്ക് മറിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ എക്സ്ട്രാ ഉള്ള ഭാഗത്തുള്ള ക്ലോത്തുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് ഇതിന്റെ ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് നല്ല വശവും ഒരുപോലെ വരുന്ന രീതിയിൽ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രൂപത്തിൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. 2 ഷോൾഡറും ഇതുപോലെ ചെയ്തെടുക്കണം. ഇത് മറിച്ചെടുക്കുമ്പോൾ അതിന്റെ തയ്യൽ തുമ്പൊക്കെ ഇതിന്റെ ഉള്ളിലായിട്ട് പോകും. ഇനി ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അടുത്തത് ഇനി സ്ലീവ് ആണ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ആം ഹോളിന്റെ 3 ഇരട്ടി ലെങ്ത് ഉള്ള ഒരു ക്ലോത്ത് ആണ് എടുക്കേണ്ടത്. ആദ്യം അതിന്റെ സൈഡ് മടക്കി തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്റെ സൈഡിലൂടെ നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കണം. ഇതുപോലെ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കുക. സ്ലീവ് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്യണം. സെന്റർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തല്ലോ, ആ ഭാഗവും നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത സ്ലീവിന്റെ ഭാഗവും ഒരുമിച്ച് വെച്ചതിന് ശേഷം ഈ ഷോൾഡർ മുതൽ ആ ആംഹോൾ വരെ തയ്ച്ചെടുക്കുക. അതിനുശേഷം ഷോൾഡർ മുതൽ ആംഹോൾ വരെ അതും തയ്ച്ചെടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ അതിന്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. ഞാനിവിടെ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ അടുത്ത സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഈ സ്ലീവ് കാണാൻ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്കേർട്ട് പോർഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ഫ്രില്ലിട്ട് എടുക്കണം. ഞാൻ ഇതുപോലെയാണ് കേട്ടോ എല്ലാ ക്ലോത്തും ഫ്രില്ലിട്ട് എടുത്തിട്ടുള്ളത്. ഇവിടെ ഇത് 4ഉം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യണം. ബോഡി പാർട്ടിന്റെ നല്ല വശവും സ്കേർട്ട് പോർഷന്റെ നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് തയ്ച്ചെടുക്കുക. അതിന്റെ മുകളിലായിട്ടാണ് ലൈനിങ് കൊടുക്കേണ്ടത്.
സ്കേർട്ട് പോർഷൻ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ട് സൈഡും കൂട്ടി യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അവസാനം ഇതിന്റെ താഴെ മടക്കി തയ്ച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഷോർട്ട് കുർത്തിന്റെ സ്റ്റിച്ചിങ്.